Drop it. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയം കാണാം ഞാൻ കട്ടയൊക്കെ ആയിട്ട് എന്തിനാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മളിന്ന് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ടി കട്ട കൊണ്ടുവന്നതാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പോട്ട്, ഇവിടെ ആയിട്ട് വെക്കാം. അപ്പോൾ ഇനി ഒരു കട്ടയും കൂടെ കൊണ്ടുവരണം, അത് കൂടെ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കട്ടയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഗ്രില്ലെല്ലാം വെച്ചൊന്ന് റെഡിയാക്കണം. പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ എടുത്ത് കഴുകാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 ലെഗ് പീസാണ് എടുക്കുന്നത്. 2 ലെഗ് പീസ് എടുത്ത് 2-3 നാൾ നമ്മൾ വീട്ടിൽ നിന്ന് കഴുകിയതാണ്. അതിൽ ഒന്നും കൂടെ ഇവിടെ വെച്ചൊന്ന് കഴുകിയേക്കാം. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പൊന്നും നമുക്ക് ആവശ്യമില്ല, എടുത്ത് മാറ്റിയേക്കാം. ചിക്കൻ നന്നായിട്ട് ഒന്നും കൂടെ കഴുകാം. അധികം കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയാൽ മതി. ചിക്കൻ കഴുകി പിന്നെ ഇവിടുന്ന് ഇവിടെ കുറച്ച് നേരം വെച്ചേക്കാം. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് റെഡി ആകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിൽ തേക്കാനുള്ള മസാല ഇനി റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിക്കനിൽ ചേർക്കുന്ന മസാലകൾ. ഇതൊരു ചെറുനാരങ്ങയുണ്ട്, പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഇത് ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഗരം മസാല അത് 1 ടീസ്പൂൺ ഉണ്ട്, പിന്നെ 3 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് അത് നോക്കിയും കണ്ടൊക്കെ ഇടുക, ആവശ്യത്തിനിടുക. പിന്നെ ഇത് ഇഞ്ചി പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ ഇത് കുറച്ച് തക്കാളി ജ്യൂസ്, തക്കാളി മാത്രമായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്താണ്. നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് നമ്മുടെ ഇതെടുക്കാം, ഗരം മസാല നമ്മൾ വീട്ടിൽ പിടിച്ചതാണ് ഇതൊക്കെ, നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. പിന്നെ കുറച്ച് മുളക് പൊടി എടുക്കാം, മുളക് പൊടി ഏതായാലും നോക്കിയും കണ്ടൊക്കെ എടുക്കാം. പിന്നെ ഉപ്പ്, നമ്മൾ കുറച്ച് ഇറച്ചി ഇവിടെ എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് നമ്മളെല്ലാം ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾ നമ്മൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എടുത്താൽ കുഴപ്പമില്ല, കളറിന് വേണ്ടിയാണ്. പിന്നെ കുരുമുളക് പൊടി. ഇനി നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ കട്ട് ചെയ്യാം. ചെറുനാരങ്ങയുടെ ഏതാണ്ട് ഒരു പകുതിയോളം മതിയെന്ന് തോന്നുന്നു. കാരണം ഇത് ചെറിയ ചെറുനാരങ്ങ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി, കഴിഞ്ഞാൽ മതി. ഇപ്പം ഞാൻ എടുത്തേക്കാൻ ചെറുതാണ്, അപ്പോൾ ഒരെണ്ണം മൊത്തം അങ്ങ് എടുത്തേക്കാം. അതൊക്കെ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമ്മുടെ തക്കാളി ജ്യൂസ്, ഇതൊരു തക്കാളി മുഴുവനില്ല, ഒരു പകുതി തക്കാളി അരച്ചെടുത്താണ് നമ്മൾ, അത്ര നമുക്ക് ആവശ്യം. ഇതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവാക്കി എടുക്കണം. എത്രത്തോളം കഴിയുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം. ബാക്കിയായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇരിപ്പുണ്ട്, അതിലൊന്ന് ചേർക്കാം. മുളക് പൊടി, ഉപ്പ് നേരത്തെ നോക്കിയായിരുന്നു, ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ട് ബാക്കിയും കൂടെ ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാം.
ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പം എത്രത്തോളം അടുപ്പിച്ച് വരയിടാൻ പറ്റുമോ അത്രത്തോളം തന്നെ നമുക്ക് അടുപ്പിച്ച് വരയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കണം. ചിക്കൻ നമ്മൾ വരയാക്കിയിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഒന്ന് ചേർക്കാം. എടുത്ത് നന്നായിട്ടൊന്ന് മസാല കുളിപ്പിച്ചൊന്നെടുക്കാം. നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. ഒരു തുള്ളി മസാല പോലും വേസ്റ്റ് പോകാൻ പാടില്ല. അതുപോലത്തെ രീതി നമുക്ക് തേച്ച് കുളിപ്പിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ ഇത് നമ്മളിനി നമ്മുടെ മസാലയൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ അടുപ്പും ഗ്രില്ലൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ല് കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വിറക് വേണം. തീർത്തില്ല. നമ്മൾ വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ചിരട്ടയൊക്കെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചു വിടാം. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രില്ല് കൂട്ടാനുള്ള അടുപ്പ് കത്തിക്കാം. ഞങ്ങൾ ചിരട്ടയെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചിരട്ടയൊക്കെ ഇവിടെ തട്ടിക്കുട്ടി നോക്കാം. ഈ കത്തിച്ചാണ് തീ നമുക്ക് എടുക്കേണ്ടത്. കുറച്ച് ചാരമാണ്. ചാരം ഇട്ടാൽ പെട്ടെന്ന് കത്തി കയറും. ചാരത്തിലുള്ള കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണയും കരിയും മിക്സ് ചെയ്ത് കൊണ്ടുവന്നാണ്. ചുറ്റി കൊടുക്കാം. കരിക്കട്ട ആകുമ്പോൾ പെട്ടെന്ന് കത്തും. മണ്ണെണ്ണയും കൂടെ നമുക്ക് അടുപ്പ് കത്തിച്ച് വിടാം. മഴയ്ക്കുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത്. മഴ പെയ്ത പണി കിട്ടും. ഉള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാം. ഗ്രില്ലൊക്കെ ഒന്ന് കത്തി നമ്മുടെ ഈ മണ്ണെണ്ണയുടെയൊക്കെ ഒന്ന് ചൊവയൊന്ന് മാറണമെന്ന് നന്നായിട്ടൊന്ന് കത്തട്ടെ കറകൊക്കെ. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഗ്രില്ലൊക്കെ നന്നായിട്ട് ചൂടാകണം. നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വേഗത്തുള്ളൂ. ഗ്രില്ലൊന്ന് മൊത്തം ഒന്ന് ചൂടാകട്ടെ. അപ്പം കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രില്ലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടതിലേക്ക് വെച്ചേക്കാം. നന്നായിട്ടൊന്ന് ചൂടാട്ടോ. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മറിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് അപ്പം നമ്മൾ തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ചേർക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നെയ്യാണ്. അപ്പോൾ ആദ്യം വെന്ത സൈഡിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം.
അപ്പം നെയ്യ് ചേർക്കാൻ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ച് നെയ്യ് ഇന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ മറ്റേ വാട്ടർ കളറൊക്കെ അടിക്കുന്ന ബ്രഷ് കൊണ്ടാണ് എടുക്കുന്നത്. വലിയ ബ്രഷ് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യണം. നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. നെയ്യൊക്കെ വരുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആവും, എക്സ്ട്രാ ടേസ്റ്റ് എന്ന് തന്നെ പറയാം. നെയ്യ് ചേർത്തിരുന്നത് എല്ലായിടത്തും നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സൈഡെല്ലാം നെയ്യ് തേച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് നെയ്യ് തേക്കാം. കണ്ടോ, ഇവിടെ നല്ല സോഫ്റ്റായി നെയ്യ് തേച്ചപ്പോൾ. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും നെയ്യ് തേച്ച് കൊടുക്കുമ്പോൾ. ഈ സൈഡും കൂടെ നമുക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും, നെയ്യ് തേക്കുമ്പോൾ നല്ലൊരു ഗ്ലിസറിങ് തിളങ്ങുമോ ഇത് കിടന്ന്. നല്ലതായിട്ട് സോഫ്റ്റ് ആകുന്നുണ്ട്. നല്ല മഴയ്ക്കുള്ളൊരു മൂടലൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ ഒരുവിധം ഒതുങ്ങി നിൽപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ അധികം നേരം വെക്കാനും പറ്റത്തില്ല, കാരണം സമയം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. ഇങ്ങനെ ഒരു പീസ് എടുക്കുക, നൈസായിട്ട് എടുക്കുക. അടിപൊളി. വേണ്ടേ കഴിച്ചിട്ടെങ്ങനെ പറ. അടിപൊളിയാ സംഭവം, അടിപൊളിയാ. കുറച്ച് എരിവ് കൂടുതലാണെന്നൊരു വിഷയം, അത്രേ ഉള്ളൂ. സംഭവം കണ്ട നല്ല അടിപൊളി. ഇച്ചിരി അരി കൂടുതൽ, ആ ഒരു വിഷയമുള്ളൂ. ഒരു സാധനം ബാക്കി കഴിച്ചിട്ട് ഔട്ട്രോ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം. സംഭവം അടിപൊളിയാ. ഞങ്ങൾ ഇതിപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി പോയെന്നൊരു സംശയം, ചെറിയൊരു എരിവ് ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ സമയമൊക്കെ ഏതാണ്ട് ഇരുട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ മോർടെക്കിന് ഒരു പുതിയൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അത് ആഡ് ചെയ്തേക്കാം, അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അതുവഴി കയറി നോക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് മോർടെക്കിന്റെ, അപ്പോൾ അതും ഞങ്ങൾ അതിന്റെ ലിങ്ക് തരാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം താരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇതുപോലുള്ള നല്ല വീഡിയോസ് കിട്ടാനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും നമുക്ക് കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ ഇതിനോടൊപ്പം ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഔട്ട്.